ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഇതിലെ ഓരോരോ ക്യാരക്ടറിനോട് നമ്മൾ ചോദിക്കാൻ കാത്തിരിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയിട്ട്, ഈവൻ ഞാൻ അടക്കമുള്ള മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഷാജി പാപ്പൻ ആ ഒരു $3 million ഒക്കെ കൊണ്ട് എങ്ങോട്ട് പോയി, എന്ത് കാണിച്ചു, അതുപോലെ തന്നെ എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് ഷാജി പാപ്പന്റെ അടുത്തേക്ക്, ആ ഹൈ റേഞ്ച് കിടക്കുന്ന ഷാജി പാപ്പന്റെ അടുത്തേക്കാണ് എല്ലാ പ്രശ്നങ്ങളും ചെല്ലാറ്. എന്തിന് കൊറോണ അടക്കം അവിടെ കൂടുതലും നമ്മൾ കേട്ടു. ഇനി എന്ത് പ്രശ്നമാണ് ഷാജി പാപ്പന് വരാനിരിക്കുന്നത് എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതും ഇത്തവണ 3Dയിൽ കൂടെയാണ് എന്ന് നമ്മൾ കേട്ടു. ആൻഡ് ആട് 3Dയിൽ എത്തുമ്പോൾ 3D മാത്രമാണോ, ബാക്കി ഒരുപാട് സർപ്രൈസസ് ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് മിഥുൻ ആൻഡ് വിജയ് പറയുണ്ടായി. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ കേൾക്കാം നമുക്ക്. ലെറ്റ്സ് കോൾ മിഥുനെ തന്നെ നമുക്ക് ആദ്യം ഒരു വലിയ കയ്യടി കൊടുത്തുകൊണ്ട് ഈ ഒരു വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ആട് 1, 2 and 3 എത്തി നിൽക്കുമ്പോൾ എന്താണ് ആ ക്യാരക്ടറിന് പറയാനുള്ളത്, എങ്ങനെയാണ് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഉടലെടുത്തത്, ഇനി മൂന്നാമത്തെ പാർട്ടിൽ ഇവർക്കൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എല്ലാവർക്കും നമസ്കാരം. ആട് 3ന്റെ ഒരു ചെറിയ ഒഫീഷ്യൽ പൂജ പരിപാടി നമ്മൾ നടത്തുകയാണ്. പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പം ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടായിരിക്കും ഈ സിനിമ വരാൻ പോകുന്നത്. നമ്മൾ 15-ാം തീയതി മുതൽ തുടങ്ങുകയാണ്. ശിവചേട്ടൻ നടന്ന മാനവ പ്രൊഡക്ഷൻ കൺട്രോളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം നമ്മുടെ ആങ്കർ പറഞ്ഞതുപോലെ 2015 ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇത് ബോക്സ് ഓഫീസിൽ അണ്ടർ പെർഫോം ചെയ്തൊരു സിനിമയായിരുന്നു. അത് പറയാനുള്ള നല്ലൊരു വാക്കാണ്. ആക്ഷേപിക്കേണ്ട നോക്കത്ത് ബോക്സ് ഓഫീസിൽ പൊട്ടിപ്പോയൊരു സിനിമയാണ്. അതാണ് റിയാലിറ്റി. അണ്ടർ പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല. അവിടെ നിന്ന് ഈ സിനിമ തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അതിന്റെ രണ്ടാം ഭാഗം എങ്ങനെ വന്നു നിങ്ങൾക്കറിയാം. അപ്പൊ തൊട്ട് നമ്മൾ ആലോചിച്ചിരുന്നു ഇതൊരു ട്രിലജിയാക്കി, ഒരു 3 പാർട്ട് ഫിലിമാക്കി ഈ യൂണിവേഴ്സ് അവസാനിപ്പിക്കണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എഴുത്തും പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് വലിയ സിനിമയായി. ഇപ്പം ആളുകൾ ഓൺലൈനിലും അല്ലാതെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ആട് 3 സോംബി ചിത്രമായിരിക്കും എന്നുള്ളതാണ് മേജർ ചോദ്യം. അതാദ്യമേ അല്ല എന്ന് പറയുന്നു. എന്തായാലും സോംബി പടമല്ല. പക്ഷെ ഇത്തവണ നമ്മൾ ആടിന്റെ സ്വഭാവം മാറ്റാതെ, അതിന്റെ ഫ്ലേവറുകൾ ഒന്നും മാറ്റാതെ സിനിമ അല്പം വലുതാക്കുകയാണ്. പ്രൊഡ്യൂസർ പറയാൻ അനുവാദം തന്നത്രയും മാത്രമേ ഞാൻ പറയുള്ളൂ. അത് അല്പം വലുതാക്കുകയാണ്. നമ്മളൊരു സ്ലാപ്സ്റ്റിക് സിനിമയുടെ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ എപ്പിക് ഫാന്റസിയിലേക്ക് പോവാണ്. ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ജോണറല്ല എപ്പിക് ഫാന്റസി. നിങ്ങൾക്കറിയാം, എപ്പിക് ഫാന്റസി എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് ഫാന്റസി ഉണ്ടാവണം, പടത്തിനൊരു എപ്പിക് സ്വഭാവം ഉണ്ടാവണം. എന്റെ മനസ്സിൽ എപ്പിക് ഫാന്റസി എന്ന് പറയുമ്പോൾ തന്നെ രാജാവും കുതിരകളും യുദ്ധങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമയുടെ ചിത്രമാണ് വരിക. അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു എപ്പിക് ഫാന്റസിയിലേക്ക് ഇത്തവണ കാലെടുത്ത് വെക്കുകയാണ്. പിന്നെ ചില ഫാന്റസി എലമെന്റുകൾ അത് സർപ്രൈസ് ആക്കി വെക്കുന്നു. എന്തായാലും അത് സോംബി ആയിരിക്കില്ല, സംതിങ് എൽസ്. അപ്പോ എന്റെ കരിയറിലെ, ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ മെയ് 15-ന് തുടങ്ങാൻ പോവാണ്. അപ്പോ അത് ഒരുപക്ഷെ വെൽക്കം മിസ്റ്റർ റോണി. അപ്പോ ഇതിന്റെ ചെലവിനെ കുറിച്ചും ഇതിന്റെ ബജറ്റ് പ്ലാനിംഗ് ഒക്കെ നടക്കുമ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ, ഇതിനു വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്തായാലും തിയേറ്ററിലെത്തും. ഇത്തവണ കണ്ടതിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു സിനിമ കാണാനായിരിക്കും അവർ ആഗ്രഹിക്കുക. ആ വ്യത്യസ്തത നമ്മൾ ഡെലിവറി ചെയ്യാൻ പോവാണ്. ഇപ്പൊ മെയ് 15-ന് ഷൂട്ട് കൊടുക്കുകയാണ്. ആട് 1-ലും 2-ലുമുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ക്യാരക്ടേഴ്സും ഇതിനകത്ത് വരുന്നതായിരിക്കും. കൂടെ ഫാന്റസി എലമെന്റ് ആയിട്ടും അല്ലാതെയും ഒരുപാട് നറേറ്റീവിലാണെങ്കിൽ ഒരുപാട് പുതുമകളുണ്ടാകും.
അപ്പൊ ഈ ക്രിസ്മസിന് ഇതിന്റെ CG വർക്കും പരിപാടികളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്തുമസിന് ഷാജി ബാബനും സംഘവും എത്തുമെന്നാണ്. അപ്പോ ക്രിസ്മസ് കുറിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് അനൗൺസ് ചെയ്യുമ്പോൾ CG ഒക്കെ തീരുമെന്നുള്ള പ്രതീക്ഷകളാണ്. ഇനി അങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ഒന്നും വിചാരിക്കരുത്, കാരണം അത്രയും CG ഒക്കെ വരുന്ന സിനിമയാണ്. പാസ് ഓഫ് നൗ ക്രിസ്മസ് ആണ് നമ്മുടെ പ്ലാൻ. റിലീസിംഗ് ഡേറ്റ് വെച്ച് ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയാനുള്ളത്, ഇങ്ങനെ ഒരു വേദിയിലേക്ക് ഇതിന്റെ അണിയറ പ്രവർത്തകരായ ഞങ്ങളെയൊക്കെ കൊണ്ടെത്തിച്ച പ്രേക്ഷകരോടാണ്. കാരണം ആട് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ജയേട്ടനെ വിളിച്ചിട്ട് ഞങ്ങൾ മറ്റ് സിനിമകൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു നിരാശ ഉണ്ടാവുമല്ലോ നമുക്ക്. പണം പൊട്ടി ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല, വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല എന്ന് തുടങ്ങിയ റിയാലിറ്റിയൊക്കെ നമ്മൾ അനുഭവിച്ചു വരുന്ന ഒരു സമയമാണ്. അപ്പൊ ചേട്ടനൊക്കെ വിളിച്ചിട്ട് ചേട്ടാ നമുക്ക് ആ പടം ചെയ്താലോ ഈ പടം ചെയ്താലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് ആയിട്ട് പല കഥകളും ആലോചിക്കുമ്പോൾ ഈ സിനിമ തിരിച്ചു വരുമെന്നോ, ഇദ്ദേഹം ഒരിക്കൽ കൂടി ഷാജി പാപ്പനായിട്ട് ഇറങ്ങേണ്ടി വരുമെന്നോ, സൈജു കുറുപ്പ് ഒരിക്കൽ കൂടി അറക്കല പോയിട്ട് വരേണ്ടി വരുമെന്നോ, ഇതിലെല്ലാ ക്യാരക്ടേഴ്സും ഇതുപോലെ തിരിച്ചു വരേണ്ടി വരുമെന്നോ ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല. അവിടെയാണ് നമ്മുടെ രണ്ടാം ഭാഗം സംഭവിക്കുന്നത്. രണ്ടാം ഭാഗം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു വലിയ സിനിമ ചെയ്യണം. പിന്നെ ഉറപ്പായിരുന്നു ഒരു മൂന്നാം ഭാഗം സംഭവിച്ച് മതിയാവും. ഒരു ട്രിലജി ആയിട്ട് അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹം. അപ്പൊ അതിലേക്കുള്ള യാത്ര ഇവിടെ വരെ എത്തിച്ച വളരെ ലളിതമായ ഒരു പൂജാ ചടങ്ങാണ്. ഓഡിയോ ലോഞ്ച് ഗ്രാൻഡ് ആക്കാനുള്ള പരിപാടിയാണ് പ്രൊഡ്യൂസറുടെ. അപ്പോൾ പൂജ ഞങ്ങൾ ലളിതമായിട്ട് വെക്കുകയാണ്. അപ്പോ അത് ഇവിടെ വരെ എത്തിച്ച ഈ അത്രയും വലിയൊരു എപ്പിക് ഫാന്റസി സിനിമയുടെ വേദിയിലേക്ക് വരെ എത്തിച്ച പ്രേക്ഷകരോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. കാരണം you were right, you gave us a second chance and now it is the third chance and definitely ഞങ്ങൾ ഡെലിവറി ചെയ്തിരിക്കും. അതിനുള്ള ശ്രമമാണ്. അപ്പം ഇനി there is no going back. എല്ലാം ചോദിച്ചു പോകും. There is no turning back. ഞങ്ങൾ വിചാരിച്ചൊരു സിനിമയിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. അതിന് സാക്ഷിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. കൂടുതലൊന്നും പറയാനില്ല. കൂടെ ഉണ്ടാവണം. ക്രിസ്മസിന് സ്ക്രീനിൽ കാണണം. താങ്ക് യു. ഉറപ്പായിട്ടും നമ്മളും പെർഫോമിംഗ് എന്ന് നല്ലൊരു വാക്കുകൊണ്ട് പറഞ്ഞതിന് നന്ദി എന്ന്. പക്ഷേ 2017 ആട് 2 റിലീസ് ആവുമ്പോൾ ഐ ഹാവ് ആസ്ക്ഡ് യു സംതിങ്. എന്താണ് ഈ ഫസ്റ്റ് പാർട്ട് പൊട്ടിയ സ്ഥിതിക്ക് സെക്കൻഡ് പാർട്ട് ഇറങ്ങാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അപ്പൊ അന്ന് പറഞ്ഞത് സെക്കൻഡ് പാർട്ട് റിലീസ് ആവുമ്പോൾ അതിന് മറുപടി കിട്ടിക്കോളുന്നാണ്. ലെറ്റ്സ് കോൾ അപ്പോൺ ദി സ്റ്റേജ് വിജയ് ബാബു. അങ്ങനെ ആ സെക്കൻഡ് പാർട്ട് മറുപടി പറഞ്ഞു. ഈ മൂന്നാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ്. രാവിലെ ഇന്നലെയാണ് ആക്ച്വലി 2 ദിവസം മുമ്പാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെക്കാം എന്ന് തീരുമാനിച്ചത്. കാരണം 15-ാം തീയതി തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചെങ്കിലും ഇതിൽ ഒരുപാട് പേര് ബോംബെയിൽ നിന്നും പല റീജൻസിനും വരേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യം വളരെ ദുഷ്കരമായ ഒരു സമയത്തുകൂടി കടന്നു പോകുമ്പോൾ പ്രാക്ടിക്കലാണോ, എയർപോർട്ട് അടയ്ക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ നിലനിന്നു. പിന്നെ ഇന്നലെ ബോംബെ എയർപോർട്ട് അടയ്ക്കുക ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ സെറ്റിലാവും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ 2 ദിവസം മുമ്പാണ്. എന്നാൽ വളരെ ചെറിയൊരു ചടങ്ങ് വെക്കാം. ഞാൻ ഇതിനോട് പറഞ്ഞു മ്യൂസിക് ലോഞ്ച് എലാബറേറ്റ് ആയിട്ട് വെക്കാം. അപ്പൊ ഞാൻ മ്യൂസിക് ലോഞ്ചിന്റെ സമയമായിട്ട് പറയാലോ, ട്രെയിലർ ലോഞ്ച് നമുക്ക് എലാബറേറ്റ് ആയിട്ട് വെക്കാം. എന്തായാലും വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ വന്ന കംപ്ലീറ്റ് മീഡിയ, ഓൺലൈൻ മീഡിയ ഒരുപാട് നന്ദി. ഇതൊരു അനൗൺസ്മെന്റും ഒരു ലോഞ്ചും പോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇന്നലെ ഈവനിങ് ആണ് എന്നാ ആങ്കർ ചെയ്യാനായിട്ട് സിത്താര എന്നെ വിളിച്ചു. സിത്താറിനെ വിളിച്ചപ്പോ എന്ത് പ്രോഗ്രാം എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ആട് 3D എന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരി വിചാരിച്ചത് 3D-ലാണ്. അതുകൊണ്ടാണ് ആടി അല്ല, ഇത് ആട് 3. അപ്പം ആട് 3D-യിൽ അല്ല ഞങ്ങൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് മാസ് എന്റർടൈനർ ആണ്. അപ്പം നമുക്ക് അതിന്റെ ഒരു 3D ഒരു വിഷ്വൽ ഇതുള്ള ഒരു തിയേറ്ററുകളിൽ മാത്രം കാണേണ്ട ഒരു സിനിമയല്ല ഇത്. ഇത് എല്ലാ തിയേറ്ററുകളിലും ഒരു കഴിവതും കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും റിലീസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ മാഗ്നിറ്റ്യൂഡിലാണ് ഞങ്ങൾ സിനിമ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് നിസ്സംശയം പറയാം. വൺ ഓഫ് ദ ബിഗസ്റ്റ് ബഡ്ജറ്റ്സ് മൂവീസ് ഇൻ മോളിവുഡ് ആയിരിക്കും ആട് 3 എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ബിക്കോസ് ഇതുവരെ ഇതിന്റെ ഒരു ബഡ്ജറ്റിന്റെ
എസ്റ്റിമേറ്റ് ഇടാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ബിക്കോസ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓരോ ദിവസവും കൂടി വരികയാണ്. ഇനി DOP അഖിൽ ജോർജ് ഓരോ ദിവസവും സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാടോടി ആർട്ട് ഡയറക്ടർ ഓരോ ദിവസവും തൂണിന്റെ കുതിരകളുടെ എണ്ണവും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഓരോ ദിവസവും ഷിബു എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഷിബു പറയുന്നൊരു ഇതുണ്ട്, സാറിന്റെ ഇവിടെ ഒക്കെ നിൽക്കത്തില്ല കേട്ടോ. അത് കേട്ടാണ് ഞാൻ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് എണീക്കുന്നത്. ഇവിടെ ഒക്കെ നിൽക്കത്തില്ല കേട്ടോ. പിന്നെ ഷിബു എന്തായി, ഷിബുവിന്റെ കോള് വരുമ്പോൾ തന്നെ പേടിയാണ്. അപ്പൊ ആ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എന്തായാലും സ്ക്രിപ്റ്റ് ഞങ്ങൾ ഒരു ഷോർട്ട് ഫിലിമിൽ തുടങ്ങിയ യാത്രയാണ്. ഒരു ആടിന്റെ യാത്രയെ കുറിച്ച് പല ഓൺലൈൻ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. മിഥുൻ മാനുവൽ തോമസിന്റെ ഡയറക്ഷൻ എക്സ്പെരിമെന്റിനായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഒരു 20 മിനിറ്റ് ദൈർഘ്യമുള്ള സ്ക്രിപ്റ്റിൽ നിന്നും ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു ഫ്രാഞ്ചൈസിയായി വളരാൻ ആടിന് സാധിച്ചു എന്നത് ദൈവ നിശ്ചയമാണ്. നിങ്ങളുടെ എല്ലാ അനുഗ്രഹമാണ് മലയാള ഓഡിയൻസിന്റെ. ഏറ്റവും ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസി. ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല, ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് എവിടെ പോയാൽ എനിക്ക് ആട് ഇമിഗ്രേഷൻ, ഞാനിപ്പോൾ വെളിയിൽ പോവുകയാണ്, ഇമിഗ്രേഷൻ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യുന്നതിന് മുമ്പ് ആ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഒരു ഹോട്ടലിൽ പോയാൽ ബിരിയാണി സെർവ് ചെയ്യുന്നതിന് മുമ്പ് സെർവ് ചെയ്യുന്ന ആള് ചോദിക്കുന്ന ചോദ്യം ആട് 3 രൂപയാണ്. ഊബറിൽ കയറിയ ഊബർ ഡ്രൈവർ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പം ഇത് നമ്മൾ വേറെ ഒരു കാര്യം അവർക്ക് അറിയട്ടെ, എന്നെ കണ്ടാൽ അപ്പം ആട് 3 എന്ന് വരും എന്നുള്ള ചോദ്യമാണ്. അത്രമാത്രം ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം ഞാൻ ബോംബെയിലും റെസ്റ്റ് ഓഫ് ദ വേൾഡൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നോൺ മലയാളീസ് ആയിട്ടുള്ളവരൊക്കെ വിചാരിക്കും ഇതെന്താ ഇയാളോട് ചോദിക്കുന്നതെന്ന് പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എവിടെ പോയാലും എന്നെ ഷമീർ എന്നാണ് വിളിക്കുന്നത്. അപ്പം അവർക്ക് തന്നെ ഒരു സംശയം, എനിക്ക് സെക്കൻഡ് നെയിം ഷമീർ എന്നാണോ, പിന്നെ ആട് 3 എന്ന് വരും. അങ്ങനെ എല്ലാവരോടും ഞാനിത് ആൻസർ ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. അതിന് ഇന്ന് ആ ഡ്രീമിന് ആ സ്വപ്നത്തിന് ഇന്ന് ചിറക് മുളയ്ക്കുകയാണ്. നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവണം. അതോടൊപ്പം തന്നെ എനിക്കിന്ന് 2 സന്തോഷങ്ങളാണ്. ഒന്ന്, ഞങ്ങളുടെ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഏറ്റവും വലിയ ഡ്രീം പ്രോജക്റ്റായ ആടിന്റെ ലോഞ്ചിനോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്ത മറ്റൊരു ചിത്രം പടക്കളം വളരെ സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതൊരു മോട്ടിവേഷനാണ്. കാരണം അതും ഒരു ഫാന്റസി ചിത്രമാണ്. അപ്പം എന്നോട് ആരോ ചോദിച്ചു, നിങ്ങൾ ഫാന്റസി മോഡ് പിടിക്കുകയാണെങ്കിൽ ഫ്രൈഡേ ഫാന്റസി ഹൗസ് ഒന്ന് മാറ്റേണ്ടി വരുമോ, കാരണം ആട് 3 ഫാന്റസിയാണ് നിങ്ങൾ കേൾക്കുന്നതെന്ന്. അപ്പം ഇതെല്ലാം സിനിമ തന്നെ ഒരു ഫാന്റസിയാണ്. അപ്പം പടക്കളം ടീം ഇവിടെയുണ്ട്, എൻ്റെ ഡയറക്ടർ ടീം എല്ലാം ഈ ഞങ്ങളുടെ ഈ ആടിന്റെ ലോഞ്ചിന് പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അതിന് ഒരു കേക്ക് കട്ടിങ്ങിന് ശേഷം ഞാൻ നിങ്ങളുടെ എല്ലാം മുമ്പിൽ ചെയ്യും. അപ്പോൾ കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല. എല്ലാവരും സംസാരിച്ചതിന് ശേഷം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് മാത്രം ചോദിക്കാം. ഞാൻ മിഥുനോട് പറഞ്ഞു, ഇതിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒന്നും സിനിമയിൽ അത് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് തരണം. ഞാൻ തന്നെ അത് ഘട്ടമായിട്ട് ചെയ്തോളാം. അതുകൊണ്ട് ഞാൻ മിഥുൻ സംസാരിക്കും, മിഥുൻ തന്നെ വിളിച്ചു ഞാനിതെല്ലാം കൊണ്ട് പറയട്ടെ ചേട്ടാ, ഇത് കഥ തന്നെ ഉണ്ടല്ലോ ഫുള്ള്. അതുകൊണ്ട് പിന്നെ അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾ എനിക്ക് തരണം പ്ലീസ്. ഡയറക്റ്റ് എന്ത് വേണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചിരിക്കും. അതുകൊണ്ട് മിഥുൻ ഒരു ലോല ഹൃദയനാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിച്ചാൽ മിഥുൻ കഥ വരെ പറഞ്ഞു തരും. അതുകൊണ്ട് എന്നോട് മാത്രം ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. മറുപടി അദ്ദേഹം ഇപ്പൊ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ കാത്തിരിക്കുകയാണ്. ഓൾറെഡി പറഞ്ഞു ഫാന്റസി മൂവി സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് പടക്കളം. ആൻഡ് ഇനി ഒരു ഫാന്റസി മൂവി വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി പ്രോമിസിംഗ് ആയിട്ട് കാത്തിരിക്കും എന്താണ് അടുത്തത് ഫ്രൈഡേ ഫിലിം ഹൗസിൽ നിന്ന് വരാൻ പോകുന്നത് എന്ന്. പക്ഷെ എനിക്ക് ആ ഒരു സെക്കൻഡ് പാർട്ട് കഴിഞ്ഞപ്പോ മുതലുള്ള ഒരു ചോദ്യമുണ്ട്. ചോദിക്കാനുള്ളത് വേറെ ആരോടുമല്ല, നമ്മുടെ സ്വന്തം ഷാജി ബാബനോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ സ്റ്റേജിലേക്ക് വന്നത് എല്ലാവരും വലിയൊരു കൈയ്യടി കൊടുക്കും. നമ്മുടെ സ്വന്തം ജയസൂര്യ ഷാജി ബാബൻ, നിങ്ങൾ എന്ത് ചെയ്തു ആ ഡോളേഴ്സ് എല്ലാം കൊണ്ടുപോയി? ഇനി കാണാൻ പോകുന്നുള്ളൂ. അതിപ്പോ പറഞ്ഞതുപോലെ തന്നെ കൊടുക്കാതെ ഞാൻ ഇവിടെ പറയേണ്ടത് പറയട്ടെ. ഓക്കെ, എന്തായാലും വളരെയധികം സന്തോഷം. ഇന്ന് അതുപോലെ ഈ ആട് 3യുടെ ലോഞ്ചിന് നിൽക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. അത് മറ്റൊന്നും കൊണ്ടല്ല, വീണ്ടും ഒരു ഷാജി പാപ്പൻ ആകാൻ വേണ്ടി പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്.
സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സത്യം. കാരണം ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമ തന്നെയാണ്. കാരണം ഞാൻ എവിടെ ചെന്ന് ചോദിച്ചാൽ എവിടെ പോയാൽ ഇതെന്റെ എനിക്ക് തോന്നുന്നു 107ാമത്തെ സിനിമയാണ് ആട് 3. അപ്പോ ഇത്രയധികം നല്ല കഥാപാത്രങ്ങൾ, കുറച്ചൊക്കെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെ ചെന്നാലും പ്രായഭേദമന്യേ ആളുകൾ ചോദിക്കുന്നത് ഷാജി പാപ്പ എന്ന് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതൊരു വല്ലാത്തൊരു സന്തോഷം. മാത്രമല്ല ഇതിന്റെ ഷൂട്ടിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് ആദ്യം ഏതാ പടത്തിന്റെ ഷൂട്ടിങ് നമ്മൾ പറയുന്ന ആടെന്ന് പറഞ്ഞ പടമാണ്. ഓക്കെ. അടുത്ത തവണ ചെല്ലുമ്പോഴത്തേക്ക് അത് മാറി, സിനാരിയോ മാറിയിട്ട് പാപ്പോ ഷാജി പാപ്പോ എന്ന് പറയും. അത് വളരെ റയറായിട്ടുള്ള ഒരു കാര്യം. കാരണം ഏത് സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും ഒരു പക്ഷെ സിനിമയുടെ പേര് അറിയാൻ പറ്റും, ആക്ടറുടെ പേര് അറിയാൻ പറ്റും, കഥാപാത്രത്തിന്റെ പേര് ഒരിക്കലും അറിയാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് ആടിന്റെ ഒരു മാത്രം പ്രത്യേകതയാണ്. എവിടെ ചെന്നാലും പേര് വിളിക്കുക എന്നുള്ളത് അതൊരു വല്ലാത്ത അനുഭവമാണ്. എപ്പോഴും എനിക്കും ഈ ക്യാരക്ടറിനെ ബിസി ചെയ്യാറുണ്ട്. ഇവര് ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും, വല്ല ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഞാനും അല്ലെങ്കിൽ നല്ല ആഘോഷങ്ങളൊക്കെ ഞാൻ ചിന്തിക്കും എന്ത് ചെയ്യായിരിക്കും, നടന്ന് കടിച്ചിട്ടിരിക്കുകയായിരിക്കും എല്ലാവരും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കാണാനുള്ള ആഗ്രഹം എനിക്കുണ്ട്, അതുപോലെ തന്നെ കഥാപാത്രമാകാനുള്ള ഒരു ആഗ്രഹവും എന്നിലുണ്ട്. അതൊക്കെ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു എന്താ പറയാ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പാർട്ട് വരിക, അത് ഫ്ലോപ്പ് ആവുക, അത് സെക്കൻഡ് പാർട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ സിനിമയിൽ വേറൊരു സിനിമ ഉണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇത് സെക്കൻഡ് പാർട്ട് എന്താ പറയാ ചിന്തിച്ചൂടെ. എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ പടം ഹിറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കും സെക്കൻഡ് പാർട്ടിനെ കുറിച്ച്. പക്ഷെ പരാജയപ്പെട്ട സിനിമയെ കുറിച്ച് ആ എപ്പിസോഡേ നമ്മൾ മറന്നു. പക്ഷെ ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം വീണ്ടും നമ്മൾ ചിന്തിപ്പിച്ച ഒരേ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ആട് 2 ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതൊന്ന്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക്, ഈ അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്ക് ഇത്രയും അധികം കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾക്ക് എല്ലാം ഒരു സ്പെഷ്യൽ മ്യൂസിക് ഉണ്ടാകുക എന്ന് പറയുന്നതും വളരെ റയറായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ കോസ്റ്റ്യൂം ആണെങ്കിലും എൻ്റെ വൈഫാണ് ചെയ്തത്. വളരെ യുണീക്ക് ആയിട്ടുള്ള കോസ്റ്റ്യൂം, എല്ലാവരും ഏറ്റെടുത്തൊരു കോസ്റ്റ്യൂം ആയിരുന്നു. അടുത്തേക്കും എന്തെങ്കിലും ചേച്ചി കൊണ്ടുവരില്ലേ. അപ്പോ അങ്ങനത്തെ കുറേയധികം നല്ല ഓർമ്മകൾ, അതുപോലെ തന്നെ കൂടെ അഭിനയിച്ചിട്ടുള്ള സൈജു ആണെങ്കിലും ധർമ്മജനാണെങ്കിലും ഡ്യൂഡാണെങ്കിലും അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് ആണ് ഞങ്ങൾക്ക് ആടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. മിഥുന്റെ ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് ആട് 2 എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലും ഗംഭീരമാവട്ടെ ആട് 3 ഞാൻ പ്രാർത്ഥിക്കുന്നു. വിജയ് ബാബുവിന്റെ ഗട്സ് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു പരാജയപ്പെട്ട സിനിമ വീണ്ടും കൊണ്ടുവരിക, അത് എടുത്ത് വിജയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമില്ല. ആട് 3 എത്തുമ്പോൾ ഫ്രൈഡേ ഫിലിം ഹൗസ് ഞങ്ങൾ ഇതുവരെ ഇപ്പോ മങ്കിപ്പനാണെങ്കിലും ആടാണെങ്കിലും സൂഫി സുജാത ഒരുപാട് സിനിമകൾ ഞാൻ വിജയമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഏറ്റവും നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു സിനിമയിലേക്ക് ഞങ്ങൾ എല്ലാവരും വളരുന്നു എന്നുള്ളതും ഞങ്ങൾക്കും വലിയൊരു സന്തോഷവും അഭിമാനമുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ വേണ്ടി വരുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാവട്ടെ. ഈ ചടങ്ങിൽ എത്തിയ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഷാനിപ്പാപ്പന്റെ മുണ്ടിന്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെയുണ്ട് ഫസ്റ്റ് പാർട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. വളരെയധികം നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ആൻഡ് അദ്ദേഹം പറയുന്നത് തന്നെ കൈപ്പഴ കുഞ്ഞപ്പന്റെ കൈയറുത്ത കാര്യമൊക്കെ അദ്ദേഹം പറയുന്നു. ആൻഡ് നമ്മളത് വിശ്വസിച്ചിരുന്നു. സെക്കൻഡ് പാർട്ട് ആയപ്പോഴാണ് കുഞ്ഞപ്പൻ തന്നെ ഡയറക്റ്റ് വരുന്നത്. ആൻഡ് തേർഡ് പാർട്ടിലെങ്കിലും നമുക്ക് ആ കൈ വെട്ടുന്നത് ഒന്ന് കാണാനായിട്ട് പറ്റുമോ? നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം അറക്കൽ അബു. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞ ഇവരൊക്കെ പറഞ്ഞ പോലെ അത്ഭുതമാണ് തോന്നുന്നത്. പെട്ടെന്ന് റിവൈൻഡ് ചെയ്ത് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് റിവൈൻഡ് ചെയ്തതിന്റെ മെമ്മറീസ് പോയത് ആട് റിലീസായതിന്റെ അന്ന് രാത്രി ഞാനും മിഥുനും വിജയുടെ അനിയൻ വിനയും കൂടെ രാത്രി ഇരുന്നിങ്ങനെ ഇവരുടെ ഗസ്റ്റ് ഹൗസിൽ മേപ്പോട്ട് നോക്കി വായും പൊളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഭയങ്കര ദുഃഖകരമായിരുന്നു. മിഥുന്റെ മുഖം വാടിയിരിക്കുന്നു.
അഫ്കോഴ്സ് ഞങ്ങളുടെ മോഹം വാടി തന്നെയായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ എവിടെയോ ഈ പടം ഹിറ്റാണെന്നുള്ളത് ഒന്ന് രണ്ട് പേര് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു ചെറിയ സന്തോഷം എനിക്കുണ്ടായിരുന്നു. പക്ഷെ യാഥാർത്ഥ്യം വിനയ്ക്കും മിഥുനും മാത്രമായിരുന്നു അറിയാവുന്നത്. അപ്പൊ ഞാൻ വളരെ ഇടയ്ക്ക് ചിരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇവര് അങ്ങനെ ചിരിക്കുന്നൊന്നുമില്ല. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്റെ തമാശകൾ അങ്ങനെ വർക്കാവാറില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ അത് വർക്കാവാത്തതുകൊണ്ടായിരിക്കും ഇവര് ചിരിക്കാത്തത്. പക്ഷെ എന്നാലും മിഥുനും വിനയൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാരാണ്. അവര് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിരിച്ച് സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മൺഡേ വരും. ഈ മൺഡേ ആണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പേടി. സൺഡേ ഒക്കെ പിന്നെ കറക്ഷൻ വരും. മൺഡേ ആകുമ്പോഴത്തേക്കും ഏതൊരു പടവും ഹോളിഡേസ് അല്ലെങ്കിൽ ഒന്ന് താഴും, ഒരു ഡിപ്പ് വരും. മൺഡേ ഡെഫിനറ്റ്ലി ഡിപ്പ് വന്നു. പിന്നെ അങ്ങോട്ട് ഡിപ്പോട് ഡിപ്പായിരുന്നു, തകർന്നാകെ. പക്ഷെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആ സിനിമയുടെ മൂന്നാം ഭാഗം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. പിന്നെ മിഥുന്റെയും വിജയുടെയും ഒക്കെ കരിയറിൽ ഇത് ഏറ്റവും വലിയ പടമാണ്. അതേപോലെ എന്റെ കരിയറിലും ഇതാണ് ഏറ്റവും ബിഗ് ബഡ്ജറ്റ് പടത്തിൽ ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. 75 കോടി കളക്ട് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കുറുപ്പ്. 100 കോടി കളക്ട് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മാളികപ്പുറം. പക്ഷേ ഇതിന്റെയൊക്കെ ബഡ്ജറ്റ് ഇത്രയും ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. മാളികപ്പുറത്തിന്റെ എന്തായാലും ഇല്ലായിരുന്നു. കുറുപ്പിന്റെ എനിക്കറിയില്ല. കുറുപ്പിൽ ഞാൻ 2 സീനിലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിയില്ല. ആട് പക്ഷെ ഈ പറഞ്ഞ പോലെ എത്രയാണ് ബഡ്ജറ്റ് എന്നറിയില്ല. പക്ഷെ ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടതാണ്. ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞാൻ മനസ്സിലൊരു ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണോ ഇതിന്റെ ബഡ്ജറ്റ് എന്നറിയില്ല. എന്നുവെച്ചാൽ ഞാനും ഇപ്പൊ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. എന്നെ പാർട്ണറാക്കാൻ വേണ്ടി സയൻസ് കാണിച്ച തോമസ് തിരുവല്ല അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ആട് 1 പൊട്ടി, അത് കഴിഞ്ഞിട്ട് ആട് 2 വരുന്നു, ആട് 3 ചെയ്യാൻ പോകുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഭരതനാട്യം എന്ന് പറഞ്ഞ പടം ഞാനും തോമസ് ചേട്ടനും കൂടെ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്തതാണ്. അല്ല, തോമസ് ചേട്ടനും ഞാനും കൂടെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അത് ആക്ച്വലി തിയേറ്ററിൽ പൊട്ടി. പക്ഷേ ആട് 1 പൊട്ടിയിട്ട് ആട് 2 വന്നപ്പോൾ അതൊരു ബ്ലോക്ക് ബസ്റ്ററായി. അതൊരു മോട്ടിവേഷനാണ്. ഞങ്ങൾ അതുകൊണ്ട് ഭരതനാട്യം 2 പ്ലാൻ ചെയ്യുകയാണ്. ആ ഒരു വിശ്വാസത്തോടെ ആട് 2 ബ്ലോക്ക് ബസ്റ്റർ ആയ പോലെ ബ്ലോക്ക് ബസ്റ്റർ ആയാലും ചെറിയ രീതിയിലൊക്കെ ഒരു 3 ആഴ്ച 4 ആഴ്ച ഒരു കുറച്ചൊക്കെ ഫുൾ ഹൗസ് കിട്ടിയല്ലായിരുന്നു തോന്നുന്നത്. അങ്ങനെ ഓടിയ ഒരു സന്തോഷം. അങ്ങനെ ഭരതനാട്യം 2 അതിന്റെ പേര് ഈ വിധത്തിലേക്ക് അനൗൺസ് ചെയ്യാം അല്ലേ? ഓണത്തിന്റെ ഇടയ്ക്ക് കുട്ടികൾ പോലെ ഫീൽ ചെയ്യില്ലല്ലോ. എന്നാലും പറഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ ഭരതനാട്യം 2 മോഹിനിയാട്ടം. മോഹിനിയാട്ടമാണ് ഭരതനാട്യം 2-ന്റെ ആണോ? ആ, ഇനി തേർഡ് പാർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ചേട്ടാ ഇപ്പഴ രജിസ്റ്റർ വെച്ചാൽ കുച്ചിപ്പുടി. അപ്പൊ അങ്ങനെ ജോക്സ് അപ്പാർട്ട് ഒരുപാട് സന്തോഷമുണ്ട്. ദൈവവും ഓഡിയൻസും ഞങ്ങളെ അനുഗ്രഹിക്കുന്നു തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഈ പടം ഒരു ബ്രഹ്മാണ്ഡ പടമായിരിക്കും. ചെറിയൊരു ജോണർ ഷിഫ്റ്റ് ഉണ്ട് എങ്കിൽ പോലും ആദ്യത്തെ സീൻ തൊട്ട് ഒരുപാട് ചിരിക്കാനുണ്ടാവും. ആട് 1-ലെ ആട് 2-ലെ മിക്കവാറും ആക്ടേഴ്സ് ഒക്കെ 95% ആക്ടേഴ്സും ഇതിനകത്തുണ്ട്. ഡോണി ഇവിടെ ഇരിപ്പുണ്ട്. ഡോണി പണി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ആളാണ്. പക്ഷെ നമ്മുടെ ആട് 1-ലുണ്ടായിരുന്നു അദ്ദേഹം. ഒരു ഉഗ്രൻ ക്യാരക്ടർ, വിനായകന്റെ ടീമിലെ ഡ്യൂഡിന്റെ ടീമിലെ മെമ്പറായിരുന്നു. പണിയിൽ ഒരു ഉഗ്രൻ ക്യാരക്ടർ ചെയ്തു. ഡോണി വീണ്ടും നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹത്തിന് ഭാഗമാകാൻ പറ്റില്ല. പക്ഷെ തേർഡ് പാർട്ടിൽ ഡോണി വീണ്ടും വരുവാണ്. പിന്നെ നമ്മുടെ ടീം മെമ്പേഴ്സ് ആയ ഭഗത്ത്, നെൽസൺ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഈ പടം വിജയമാവാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം. പിന്നെ ജയനൊക്കെ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ പുതിയ ആൾക്കാരെ ഡെഫിനറ്റ്ലി കാണുമല്ലോ എല്ലാ ദിവസവും. മിനിമം ഒരാളെങ്കിലും ആട് 3-യെ പറ്റി ചോദിച്ചിരിക്കും. അപ്പൊ അത്രയ്ക്ക് ആന്റിസിപ്പേറ്റഡ് മൂവിയാണ്. എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന മൂവിയാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. താങ്ക് യു. എന്ത് പ്രശ്നമാണെങ്കിലും കൂടെ ഉണ്ടാവും. പക്ഷെ എന്തിനാ മേരി ഷാജി പാപ്പന്റെ അടുത്ത് അങ്ങനെ ചെയ്തത്? ലെറ്റ്സ് വെൽക്കം ഓൺ ടു ദി സ്റ്റേജ് ശ്രദ്ധ.
ഈ തേർഡ് പാർട്ടിലെങ്കിലും ഷാജി പാപ്പൻ തിരിച്ച് സ്വീകരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ആട് ആക്ച്വലി എൻ്റെ ആദ്യത്തെ സിനിമകളിൽ ഒന്നാണ്. ഞാൻ 1983 കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമയാണ്. അവിടെ നിന്ന് ഇത്രയും വർഷമായി ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തു. ആടും ഒരുപാട് വലുതായി, ഇപ്പൊ തേർഡ് പാർട്ടിൽ വന്ന് നിൽക്കുന്നത്. 1ഉം 2ഉം കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച് 2ഓടെ തീർന്നു എന്നാണ് വിചാരിച്ചത് മിഥുൻ. പക്ഷെ 3 എന്നെ സംബന്ധിച്ച്, എൻ്റെ കരിയറിനെ സംബന്ധിച്ച് എന്താ പറയാ, ഭയങ്കര എക്സൈറ്റിങ്ങും ഞാൻ ഇതുവരെ എന്നെ പോലും കാണാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ വരുന്നത്. മേരി ഇപ്രാവശ്യം ചതിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പം ഐ എം ഓൾസോ വെരി എക്സൈറ്റഡ്. അപ്പം താങ്ക് യു മിഥുൻ, താങ്ക് യു വിജയ്. വിജയാണ് എന്നെ ആദ്യം വിളിച്ചു പറയുന്നത്. ഇത് വിജയ് വിളിച്ചു പറഞ്ഞ എക്സൈറ്റ്മെന്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ മുതൽ ഞാൻ മിഥുൻ എപ്പോഴാണ് എന്നെ വിളിക്കുന്നതെന്ന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. വെരി എക്സൈറ്റഡ്. കാരണം നിങ്ങൾ ഈ ആട് ഡെഫിനറ്റ്ലി സംതിങ് എൽസ്. കാണാൻ കാത്തിരുന്നോളൂ. നമുക്ക് സമയത്തിന്റെ ഒരു പരിധി ഉള്ളതുകൊണ്ട് ഞാൻ ബാക്കി ആട് ടീം മെമ്പേഴ്സിനെ എല്ലാം സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. നോബി, നോണി, ലിജോ, റോണെക്സ്, all the team members, please come on to this. Nelson, Colin, എല്ലാവരും, ആടിന്റെ ടെക്നിക്കൽ ആക്ടേഴ്സ്, everyone who is part of ആട്, please come. ശിവു, നമുക്ക് ക്ലാപ്പിനും ഇതിനും ഒരു മുഹൂർത്തമുണ്ട്, അതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. മകൻ എവിടെ? എല്ലാവരും ഹരി, ഈ ആടിന് ഏകദേശം ഞങ്ങള് 100-120 ദിവസത്തോളമാണ് പ്ലാൻ ചെയ്യുന്നത്. ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള ആക്ടേഴ്സ് എല്ലാം അവരുടെ കമ്മിറ്റ്മെന്റ് തീർത്ത് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ലുക്ക് എടുത്ത് വെളിയിൽ പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് കുറെ പേർക്ക് അവരുടെ വർക്ക് തീർക്കേണ്ടതുകൊണ്ടാണ് ഇവിടെ എത്താൻ കഴിയാഞ്ഞത് ഷോർട്ട് നോട്ടീസ്. അപ്പോൾ ഇവിടെ ആടിന്റെ 2 ഫ്രാഞ്ചൈസിയിലും 2 പാർട്ടിലും ഉണ്ടായിരുന്ന കുറെ പേരുണ്ട്. കുറച്ച് പേര് പുതിയതായിട്ടുണ്ട്. എനിക്ക് സംസാരിക്കുന്നവർക്ക് എല്ലാം സംസാരിക്കാൻ തടി വരച്ചെന്ന് എനിക്ക് ശിവനെ മനസ്സിലാവണം. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു വലിയ യാത്രയ്ക്ക് 2025 മെയ് 15 മുതൽ തുടങ്ങുകയാണ്. അത് വലിയ യാത്രയാണ്. ഞാൻ സിനിമയിൽ വന്നിട്ട് ഏതാണ്ട് 32 വർഷമായി. അപ്പോൾ ആ 32 വർഷത്തിലെ ഏറ്റവും വലിയൊരു സിനിമ ഞാനും വർക്ക് ചെയ്യുന്നു. ഈ സിനിമയ്ക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന കുറേയധികം ടെക്നീഷ്യൻസ് ഇതിലുമുണ്ട്. അതുപോലെ സെക്കൻഡ് പാർട്ടിലുണ്ടായിരുന്ന കുറച്ച് പേരുണ്ട്. തേർഡിലേക്ക് വരുമ്പോൾ പുതിയ, എനിക്കൊന്ന് ഇതിന്റെ കൂടെയാണ് കുറച്ചധികം പുതിയ ആൾക്കാരുള്ളത്. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പുതിയ ആൾക്കാരാണ് കൂടുതലുള്ളത്. ക്യാമറ ടീം പുതിയതാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും ഇത്തവണത്തെ ഈ പുതിയ സിനിമയ്ക്ക് പുതിയ കാലഘട്ടത്തിനുള്ള മാറ്റം അനുസരിച്ച് പഴയ കാലഘട്ടത്തിൽ നിന്ന് കുറച്ച് പേരും ബാക്കി പുതിയ കാലഘട്ടത്തിൽ നിന്ന് കുറെ അധികം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആട് 3 വരാൻ പോകുന്നത്. ഇതിന്റെ ഒരു ബഡ്ജറ്റ് സത്യം പറഞ്ഞാൽ ഇതുവരെ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഓരോ ദിവസവും ബഡ്ജറ്റ് ഇടാനായിട്ട് ഞങ്ങൾ ഇരിക്കും. അപ്പൊ ഓരോന്നും കൂടി വരുന്നുണ്ട്. ഇതുവരെ ഇട്ടിട്ടില്ല. നാളെ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ ഷാൻ റഹ്മാനെ ഞാൻ ഇന്ന് 2 ദിവസം മുമ്പ് വിളിച്ചു. അപ്പൊ ഷാൻ പറഞ്ഞത് ഞാൻ എല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞു എന്നാണ് ഷാൻ പറഞ്ഞത്. ഷാൻ പുറത്താണ്. ഷാനെ ഈ പരിപാടിക്ക് വേണ്ടി വിളിച്ചപ്പോ പുറത്താണ്. അപ്പോ ഈ സിനിമ എനിക്കൊന്ന് വരാൻ പോകുന്ന ക്രിസ്മസ് ആണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ആട് 2 ജനങ്ങൾ ഏറ്റെടുത്തതുപോലെ ആട് 3 100% ഈ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഏറ്റെടുക്കുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ വിജയ് സാറിനും മിഥുനും നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദിയാണ് പറയേണ്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 1ാമത്തെ പാർട്ട് ഞങ്ങളെല്ലാവരും കൂടി ഫസ്റ്റ് ഷോ പത്മ തിയേറ്ററിൽ കഴിഞ്ഞപ്പോൾ
വളരെയധികം സങ്കടം തോന്നി. കാരണം ഇത്രയും ചെയ്തിട്ടും കളക്ഷൻ കുറവാണ്, പല പ്രതികരണം കുറവാണ്. അപ്പൊ അതിൽ നിന്ന് ഇന്നിവിടെ വരെ എത്തുമ്പോഴത്തേക്ക് ഇങ്ങനൊരു നിർമ്മാണ കമ്പനി ആ വലിപ്പത്തിനോടൊപ്പം വലുതാകുകയും അത് മൂന്നാമത്തെ പാർട്ട് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് മലയാള സിനിമയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. 5 minutes ഉണ്ട് സംസാരിക്കാൻ. ഭഗത്തോടെ എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എനിക്ക് മിഥുനെന്ന ഡയലോഗ് തന്നെ എനിക്ക് പറയാൻ തോന്നുന്നത് പൂരം കോടിയേറി മക്കളെ തുടക്കം പോയത്. ഇനി എല്ലാവരും കൂടി ഒരു ആഘോഷമായി. താങ്ക്സ് എല്ലാവർക്കും. വിജയനോടും ജയേട്ടനോടും എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന ജയേട്ടനാണ്. അതിന് കാരണങ്ങളുണ്ട്. താങ്ക് യു ചേട്ടാ. എല്ലാവരും നമസ്കാരം. ഒരുപാട് സന്തോഷം. ആട് മണ്ണിലില്ലായിരുന്നു, ആട് ട്യൂബിലേ ഉണ്ടായിരുന്നുള്ള അത് ഹിറ്റായി. ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞു, അതുകൊണ്ട് ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒരു പേടിയില്ല. അത് ഇടൂലെന്നാ പറയാം സാറിന്. എന്നാലും ഇത്രയും വലിയൊരു സിനിമയില് ഭാഗമാകാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. രഞ്ജേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഷാജിബാബിന്റെ സ്വന്തം ചേട്ടൻ വരും. ഞങ്ങളെല്ലാം പറയാനുള്ളത് പറഞ്ഞു. ചേട്ടൻ സ്ക്രിപ്റ്റ് നന്നായിട്ട് അറിയാവുന്നുണ്ട്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞു സ്ക്രിപ്റ്റിനെ കുറിച്ച് ഒന്നും പറയരുത്. അല്ല, സ്ക്രിപ്റ്റിനെ കുറിച്ച് അറിയാമോ ആർക്കെങ്കിലും? എല്ലാരും പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അതൊക്കെ തന്നെ ഞാനും പറയുന്നു. ആട് 3 ഗംഭീരമാവട്ടെ. ഇതൊരാഘോഷത്തിന്റെ അന്തരീക്ഷമല്ല രാജ്യത്തുള്ളത്. എങ്കിലും നമ്മൾ ഈ ചെറിയ പരിപാടിയിൽ വലിയ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. ആൻസൺ വന്നിട്ടുണ്ട്. ആൻസൺ നമസ്കാരം. എല്ലാവർക്കും അടിപൊളിയാവട്ടെ. ആട് 3 ഒരു ഭാഗമാവാൻ പറ്റിയിട്ട് ഒരുപാട് സന്തോഷം. ആട് 2 ഉണ്ടാവുമെന്ന് വിജയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ മിഥുനചാച്ചൻ എന്നെ വിളിച്ചു. താങ്ക് യു. ഒരുപാട് സന്തോഷം. ഗംഭീര ഹിറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആട് 1, 2, 3 എല്ലാം പായി. അപ്പൊ എന്തായാലും എല്ലാവരുടെ സപ്പോർട്ടാണ്, എല്ലാവരും പ്രാർത്ഥനയൊക്കെയാണ് ഇവിടെ വരെ എത്തിയത്. അതിലൊക്കെ ഭാഗമാകാൻ ഈ എന്നെക്കാൾ എത്രയോ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമാണ്. അപ്പൊ ഞാൻ എന്ത് പറയണം എന്ന് ഞാൻ ആലോചിക്കുന്നു. എൻ്റെ വളരെ ദൈവത്തിന്റെ അനുഗ്രഹവും ഭാഗ്യമൊക്കെ എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് സാറിന് ഇതിന് ഒക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ എല്ലാം ഈ ജയം പറഞ്ഞതുപോലെ ഈ കഥാപാത്രങ്ങളുടെ പേര് എല്ലാവരും വിളിക്കും. ഓരോരുത്തരും എന്നെ ഡ്രാഗൺ പൈലി പേരെന്ന് വിളിക്കും. എന്നെ വിളിക്കുന്നത് പോട്ടെ, എൻ്റെ മോളെ സ്കൂളിലെ മറ്റേ പേര് ഡ്രാഗൺ പൈലി ചെയ്യുന്നു. അവിടെ അങ്ങനെ എല്ലാവരും വിളിക്കുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ വരെ എത്തിയതിൽ എല്ലാവരും എല്ലാവരും നന്ദി, നമസ്കാരം. ഹരി വിളിക്കില്ലെന്ന് വെച്ചാൽ ഞാൻ വിളിച്ചേക്കാണ്. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരോടും നമസ്കാരമുണ്ട്. ഞാൻ വിളിച്ച് 1 വർഷം മുമ്പ് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയത്. പുള്ളി എന്നെ നിർത്ത് കാണും, എന്നാലും കുഴപ്പമില്ല, എനിക്ക് അഭിനയിച്ചേ പറ്റുമെന്ന് പറഞ്ഞു പുള്ളിയെടുത്തേ. എന്നാ ഇതിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് 1 വർഷത്തിന് ശേഷം പുള്ളി പറഞ്ഞു, എടാ നിന്നെക്കൊണ്ട് വലിയ തലവേദനയാണ്, അങ്ങനെ പറഞ്ഞ് എന്നെ അതിലേക്ക് ആഡ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ആട് 3 മിനിമം ഒരു 100 കോടി ക്ലബിലേക്ക് വരുന്ന ഒരു സിനിമയെ മാറട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു സോ മച്ച്. നമുക്ക് വിളക്ക് കൊളുത്തി ആട് 3 തുടക്കം കുറിക്കാം. അതിനായിട്ട് ഞാൻ ക്രിസ്റ്റിനെയും തോമസിനെയും ഇവിടെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു.